നമ്മൾ നശിക്കുകയാണെന്ന് ചിന്തിക്കുന്നത് നമ്മളെ മൈൻഡിലല്ലേ ചിന്തിക്കുന്നത്. അപ്പൊ അവരല്ല നശിക്കുന്നത്, നമ്മളാണ് നശിക്കുന്നത്. നമ്മളത് റൈറ്റ് പ്ലേസിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ റോങ് പ്ലേസിൽ എത്തിക്കും. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക നമ്മളെ ടൈം നമ്മുടെ നെഗറ്റിവിറ്റിക്ക് സ്പെൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാറുണ്ട്. പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ളൊരു പട്ടം നമ്മൾ ചാർത്തി കഴിഞ്ഞാൽ ആ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു ഇമോഷണൽ കോർണർ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇമോഷൻസ് അവിടെ റിലീസ് ചെയ്യും. എന്തിനു മറ്റുള്ളവരിൽ റിലീസ് ചെയ്യണം? അവർ നിങ്ങളെ ഇമോഷനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഗാർബേജ് ബാഗ് അല്ലല്ലോ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും. അപ്പോൾ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടത് എന്താണ്? ഡ്രസ്സ് വേണം, ഫുഡ് വേണം, എഡ്യൂക്കേഷൻ വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് എല്ലാ അച്ഛനും അമ്മമാരും അതിനുള്ള ഓട്ടത്തിലാണ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ. ഇമോഷണൽ ബോഡിക്ക് വേണ്ട എന്താണ്? ലവ് വേണം, ടച്ച് വേണം, കെയർ വേണം, ഹഗ് വേണം. അവരെന്നെ വിശ്വസിച്ച് വന്നതുകൊണ്ടല്ലേ. അപ്പം അവരിലൂടെ ഞാനും എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ടാവും. ലൈഫിൽ തന്നെ ഹാപ്പിനെസ് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ, അതായത് വന്നിട്ടുള്ള ക്ലയൻസിൽ നിന്ന്? ഒരുപാടുണ്ട്. ഡെയിലി ഇപ്പോൾ ക്ലാസ്സിൽ ഒരു സെഗ്മെൻ്റ് തന്നെ ഉണ്ട്, 30 മിനിറ്റ്സ് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാന്നുള്ളത്. അതിൽ ഓരോരുത്തർ വന്ന് അവരുടെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ, അവരിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കുണ്ടായ മാറ്റം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നനഞ്ഞു പോവാറുണ്ട്. ഈയിടെ ഒരു കുട്ടി, ഞാൻ പേര് പറയുന്നില്ല, കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 2 months ആവുമ്പം തന്നെ നെർവിന് എന്തോ ഒരു പ്രോബ്ലം വന്നിട്ട് തളർന്നു പോയി, ബെഡ് റിഡൺ ആയതാണ്. 9 years ആയിട്ട് നടക്കാൻ കഴിയുന്നില്ല, വീൽ ചെയറിലാണ് ലൈഫ്. അപ്പോൾ എന്തോ വർക്ക് IT പ്രൊഫഷനാണ്, പക്ഷെ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യാൻ പറ്റില്ല, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പം 9 years ആയിട്ട് പിന്നെ എന്താണ്, വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല, നാപ്കിനൊക്കെ യൂസ് ചെയ്ത് അത്രയും മോശം അവസ്ഥയിലാണ്. ഭയങ്കര സുന്ദരിയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥ അവരെ മാനസികമായിട്ട് ഡൗൺ ആക്കി എന്നുള്ളതാണ്. പക്ഷേ ആ 9 years ഹസ്ബൻഡ് കൂടെ നിന്നു, വിട്ടുപോയില്ല. വീട്ടുകാരൊക്കെ വിട്ടുപോകാൻ പറഞ്ഞു, പക്ഷെ വിട്ടുപോയില്ല. അപ്പോൾ ക്ലാസ്സിൽ വന്നു, പ്രാക്ടീസുകളൊക്കെ ചെയ്ത് പേഴ്സണലൈസേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്ന് സക്സസ് സ്റ്റോറി പറയുകയാണ്. 9 വർഷത്തിന് ശേഷം അവർ എഴുന്നേറ്റ് 4 സ്റ്റെപ്പ്, ആരുടെ സഹായമില്ലാതെ 4 സ്റ്റെപ്പ് വെച്ചു എന്നുള്ളത്, നടക്കാൻ കഴിഞ്ഞു. അതെനിക്ക് ശരിക്കും എൻ്റെ ഈ ഒരു കരിയറിൽ എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇത്രയും കാലം എല്ലാവരുടെ ആഗ്രഹം വീട് വാങ്ങിക്കുക, കാറ് വാങ്ങിക്കുക, ജോബ്, അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആരുടെ സഹായമില്ലാതെ നടക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര എൻ്റെ ഹാർട്ടിലാണ് അത് ടച്ച്. ദൈവത്തെ പോലെ ആയിരിക്കും അവര് കാണുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും ഒരു ഫ്രണ്ടായിട്ടാണ് നിൽക്കുക. കാരണം എനിക്ക് ബേസിക്കലി അങ്ങനെ ആളുകൾ എന്നെ കാണുന്ന ഇഷ്ടമല്ല. ദൈവം ഞാനൊരു സെപ്പറേറ്റ് അങ്ങനെ ഇഷ്ടമല്ല. എന്നിലൂടെ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു മീഡിയേറ്റർ മാത്രമാണ്. അല്ലാണ്ട് നിങ്ങൾ എന്നെ ഒരു മെൻറ്റർ, കോച്ച് ആ രീതിയിൽ നിങ്ങൾ കാണരുത്, ഒരു ഫ്രണ്ടായിട്ട് കാണുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പ്രൗഡായിരിക്കും ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. കാരണം അത്രയും പേരുടെ ജീവിതം മാറ്റിമറിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണുന്നു ഞാൻ. അവരെന്നെ വിശ്വസിച്ച് വന്നതുകൊണ്ടല്ലേ. അപ്പം അവരിലൂടെ ഞാനും എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. റിലേഷൻഷിപ്പിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്തൊരു ടൈമിങ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എത്രയോ ആളുകൾ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് വീണ്ടും ലവിങ് മാരീഡ് ലൈഫിലോട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് ഒരാൾക്ക് ജോലി കിട്ടി എന്നതിനറിയുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പ് എനിക്ക് കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. കാരണം എത്രയോ ആളുകൾ ഡിവോഴ്സ് ആകുന്നു എന്നതുള്ളതല്ല, ഡിവോഴ്സ് ആകുമ്പം അവിടെ ഒരു ലൈഫാണ് ഇല്ലാണ്ടാവുന്നത്. കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നാവണം എന്നുള്ളതാണ് ഞാൻ പറയാറ്. കാരണം അവർ ഫോഴ്സ്ഫുള്ളി ഒന്നാവുകയല്ല, അവർ പരസ്പരം മനസ്സിലാക്കുന്നു, സോൾ ലെവൽ ഹീലിംഗ് ചെയ്യുന്നു, ടെലിപ്പതി ചെയ്യുന്നു. അങ്ങനെ അവർ ശരിക്കും സ്ട്രഗ്ലിംഗ് മാരീഡ് ലൈഫ് ടു ലവ് അഫെയർ എന്നുള്ളതാണ് ഞാൻ ടാഗ് ലൈൻ തന്നെ പറയാറ്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് 4 years ആയിട്ട് ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അവർ കോണ്ടാക്ട് സംസാരിക്കുന്നില്ല, ഒരുമിച്ച് കാറിൽ പോകുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യം പോലും സംസാരിക്കുന്നില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ക്ലാസ്സിൽ വന്ന് 3 days ഓഫ് മെഡിറ്റേഷൻ കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഹസ്ബൻഡ് വൈഫിനെ പുറത്ത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, മോളെയും കൂട്ടി പുറത്ത്. അപ്പോൾ ആ മോളുടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. ഇപ്പം അവർ പറയുന്നത് കല്യാണത്തിന് മുന്നേ പോലും നമ്മൾ ഇത്ര സ്നേഹത്തിലായിട്ടില്ല, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യം, അത് കാണാൻ പറ്റിയൊരു ഭാഗ്യമായി കരുതുന്നു. മാമിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഈ ആളുകളൊക്കെ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്?
ആളുകൾ എത്തിപ്പെടുന്നത് ക്ലാസ്സിൽ വന്ന ആളുകൾ പറഞ്ഞിട്ട് വരാറുണ്ട്. എല്ലാവരും പറയുന്നത് മാമിനൊരു എന്താണ് ഗേൾ നെക്സ്റ്റ് ഡോർ അങ്ങനെ ഒരു ഫീലാണ്. അപ്പം അങ്ങനെയാണ് സംസാരിക്കാറ് ആളുകളുടെ അടുത്തൊക്കെ. അപ്പം ഒരു പേടിയില്ല, ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന പോലെ സംസാരിക്കുന്ന പോലെ പറയാം, മാമിൻ്റെ ചിരി അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇതിൻ്റെ എസെൻസ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവർ എല്ലാവരും ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ക്ലാസ്സിൻ്റെ ഒരു എസെൻസ് അല്ലെ അവരുടെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ എല്ലാവരും ഇതിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനെയാണ് ആളുകൾ വരുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടൊക്കെ. എങ്ങനെയുള്ള, അതായത് ഏത് ടൈപ്പ് ആളുകളായിരിക്കും കൂടുതലും വരുന്നത്? അതായത് ഇപ്പം മോട്ടിവേഷൻ കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് പേര് കാണും. അല്ലെങ്കിൽ ലൈഫ് മൊത്തത്തിൽ തകർന്ന് ഡിപ്രഷൻ, ആങ്സൈറ്റി ഈ ഒരു ലെവലിൽ നിൽക്കുന്ന വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, അങ്ങനെ മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരാണ്. അപ്പൊ അങ്ങനെ ഏത് ടൈപ്പ് ആളുകളായിരിക്കും കൂടുതലും വരുന്നത്? ആങ്സൈറ്റിക്ക് മെഡിസിൻ എടുക്കുന്ന, ഡിപ്രഷന് മെഡിസിൻ, സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്ന ആളുകൾ. എനിക്കറിയാം 6 വർഷമായിട്ട് സ്ലീപ്പിംഗ് പിൽസിൽ മാത്രം ഉറങ്ങുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഒരു കുട്ടി പറഞ്ഞത് 4 വർഷമായിട്ട് ആങ്സൈറ്റിക്കുള്ള മെഡിസിൻ എടുക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറി എനിക്ക് തോന്നുന്നത് കരിയറിലുള്ളൊരു മാറ്റമാണ്. ആൾക്ക് വാട്ടർ അതോറിറ്റിയിൽ എനിക്ക് തോന്നുന്നു ലിസ്റ്റിലുണ്ട് ആളുടെ പേര്. പക്ഷെ ഇതുവരെ ആൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒന്നും വന്നിട്ടില്ല. 4 വർഷമായിട്ട് ബ്ലോക്കായി കിടക്കുക. ക്ലാസ്സിൽ വന്ന് ഹീൽ ചെയ്ത് ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് ക്ലിയർ ചെയ്ത സമയത്ത് ഇന്നലെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി, ജോബ് കിട്ടി ഗവൺമെൻറ്റിൽ. അതായത് മൈൻഡ് പവർ കൊണ്ട് നമുക്ക് നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റും? തീർച്ചയായിട്ടും. അതെങ്ങനെ നടക്കും? ഇപ്പോൾ ഒരു ഡോക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും, പക്ഷേ നമ്മൾ തന്നെ വിചാരിച്ചാൽ നമ്മുടെ രോഗം എങ്ങനെ മാറും? നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മെഡിസിനേക്കാളും എത്രയോ മടങ്ങ് പവർ ഉണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഹീലിംഗ് കെമിക്കൽസിന്. ഇപ്പം ഞാൻ പറയുകയാണ് ഐ എം ഹീലിംഗ് അല്ലെങ്കിൽ ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ് ആൻഡ് ഹെൽത്തി നൗ എന്നുള്ളത് ഞാൻ അഫർമേഷനായി പറയുകയാണെങ്കിൽ ബോഡി അത് റിലീസ് ചെയ്യും. ബോഡി എന്ന് പറയുന്നത്, മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ താഴെയാണ്. നമ്മളാണ് മാസ്റ്റർക്ക് എന്താണ് വേണ്ടത് അതാണ് മൈൻഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മാസ്റ്റർക്ക് ഹീലിംഗ് കെമിക്കൽ ഇപ്പോൾ വേണം, അപ്പോൾ പണി തുടങ്ങും. കെമിക്കൽ ഫാക്ടറിയാണ്. യെസ്, ബയോ കെമിക്കൽ ഫാക്ടറിയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എപ്പോഴും ആളുകളെ കണ്ടിട്ടില്ലേ, സുഖമില്ല, ടയേർഡാണ്, എപ്പോഴും ക്ഷീണമാണ്, ഇങ്ങനെ പറഞ്ഞ അഫർമേഷൻ പോലെ പറയുന്ന ആളുകളുണ്ട്. എനിക്ക് നടുവേദനയാണ്, വേദനകളുടെ ഒരു ലിസ്റ്റ് തന്നെ പറയുന്ന ആളുകളുണ്ട്. അവർക്കാണ് എൻ്റെ മാസ്റ്റർക്ക് വേണ്ടത് പെയിനാണ്, റിലീസ് പെയിൻ കെമിക്കൽ. അപ്പം നമ്മൾ മറ്റൊരാളെ പറ്റി മോശമായിട്ടൊരു കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അവർ നശിച്ചു പോകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നശിക്കുകയാണെന്ന് ചിന്തിക്കുന്നത് നമ്മളെ മൈൻഡിലല്ലേ ചിന്തിക്കുന്നത്. അപ്പൊ അവരല്ല നശിക്കുന്നത്, നമ്മളാണ് നശിക്കുന്നത്. അത് നമുക്ക് തന്നെ അഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. കർമ്മ ബൂമറിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നതും ആദ്യം കേൾക്കുന്നത് ആരാ? നമ്മളല്ലേ. അപ്പോൾ നമ്മൾ ഒരാളെ ഞാനിപ്പോൾ രാഹുലിനെ പറ്റി എപ്പോഴും കുറ്റം പറയുകയാണെങ്കിൽ ഞാനാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിന് അടുത്ത തവണ എന്നെ കാണുമ്പോഴത്തേക്ക് ആ ഒരു വിഷമോ ദേഷ്യം രാഹുലിനുള്ളിൽ ഫീൽ ചെയ്യും. ബിക്കോസ് ഞാൻ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. എൻ്റെ പ്രസൻസ് രാഹുലിന് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് അത് ടോക്സിക് അല്ലേ? അങ്ങനെ ഒരിക്കലും ആർക്കും പറ്റില്ലല്ലോ. അപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റില്ല. നെഗറ്റീവ് ആയാലും അതിന് ഞാനിപ്പം കുറച്ച് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ കുറച്ച് ടൈം എൻ്റെ നെഗറ്റിവിറ്റിക്ക് മാറ്റി വെക്കും. ചിലപ്പം എനിക്ക് ഗോസിപ്സ് പറയണമെന്ന് തോന്നും, അത് വേണ്ടേ, പറയാം കുറച്ച് നേരം, പിന്നെ കം ബാക്ക്. എനിക്കിപ്പം ക്രൈം മൂവി കാണാം. എനിക്കിപ്പം ഏറ്റവും പിന്നെ മോശമായിട്ടുള്ള, അതായത് പരദൂഷണം പറയുന്ന സിനിമ, പണ്ടത്തെ സിനിമകളൊക്കെ ഇല്ല, അങ്ങനത്തെ കാണാം. എനിക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകണം, അതിനൊരു ടൈം കൊടുക്കുക നമ്മൾ. അതായത് നമ്മളത് റൈറ്റ് പ്ലേസിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ റോങ് പ്ലേസിലെത്തിക്കും. നമ്മൾ ചിലപ്പം യൂസ് ചെയ്യുന്നത് വീട്ടിലുള്ള ആളുകളടുത്തായിരിക്കും. വീട്ടിലുള്ള ആളുകളടുത്ത് നമ്മൾ വഴക്കുണ്ടാക്കുന്നു, നമ്മളെ ദേഷ്യം അവിടെ കാണിക്കുന്നു. അപ്പോൾ അവിടെ ഫാമിലിയിൽ പ്രശ്നം വരികയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക നമ്മുടെ ടൈം നമ്മുടെ നെഗറ്റിവിറ്റിക്ക് സ്പെൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാറുണ്ടത്. ഇപ്പം ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, ഇപ്പോൾ വീട്ടിലുള്ള നമ്മൾ പേരൻസിനെ തന്നെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവരോട് വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുന്നു. അപ്പം അവിടെ വലിയൊരു വഴക്കുണ്ടാവുന്നു, പിന്നെ അത് എല്ലാ രീതിയിലും നമ്മളെ ബാധിക്കുന്നു അല്ലേ. ഇപ്പം വൈഫായിട്ട് വഴക്കിടുന്ന ആളുകൾക്ക് അവർക്ക് ഒരിക്കലും കരിയറിൽ സക്സസ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫോക്കസ് കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഇമോഷനൊക്കെ ഒരു പേപ്പറിൽ എഴുതുന്നേ. ഇപ്പം തെറി പറയണമെന്ന് തോന്നുകയാണ്, അത് എഴുതിയിട്ട് ബേൺ ചെയ്ത് കളയൂ.
പക്ഷെ എല്ലാരും പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ മാറ്റങ്ങൾ വരൂ എന്നല്ലേ. പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ളൊരു പട്ടം നമ്മൾ ചാർത്തി കഴിഞ്ഞാൽ ആ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടും. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അയാൾ പറയാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ക്ലാസ്സാണ്, നാളെ തൊട്ട് എൻ്റെ ലൈഫ് മാറും. അപ്പോൾ ഹസ്ബൻഡ് പറയാണ് നീ നിരന്തരം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, എന്നിട്ട് നീ എന്താ വഴക്കുണ്ടാക്കുന്നത്? അപ്പം അങ്ങനെ ഒരു ആർഗ്യുമെന്റ്സ് വരികയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു പട്ടം ചാർത്തരുത്. അപ്പം ഐ എം എ ഗുഡ് ഗേൾ സിൻഡ്രോം, ഗുഡ് ബോയ് സിൻഡ്രോം, അല്ലെങ്കിൽ ഞാനൊരു മൈൻഡ് പവർ കോച്ചാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, ഞാൻ എവിടെ അവകാശപ്പെടുന്നില്ല. സത്യം ഞാൻ വണ്ടറായി പോയി ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷമായിട്ട്, ഒരു 10-27 വയസ്സായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് നമ്മുടെ ടൈം നമ്മുടെ നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് അതാണ്, ശരിയാണ്. നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ ഇടയിലേക്കാണ് തീർക്കുന്നത്. ആ നെഗറ്റിവിറ്റി നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ തീർക്കുകയാണെങ്കിൽ വിഷയങ്ങളൊന്നും വരത്തില്ല. അതെ, നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു ഇമോഷണൽ കോർണർ ക്രിയേറ്റ് ചെയ്യൂ. നിങ്ങൾ ഇമോഷൻസ് അവിടെ റിലീസ് ചെയ്യൂ. എന്തിനു മറ്റുള്ളവരിൽ റിലീസ് ചെയ്യണം? അവർ നിങ്ങളെ ഇമോഷനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഗാർബേജ് ബാഗ് അല്ലല്ലോ. ശരി, അപ്പൊ ഈ സപ്രസ് ചെയ്ത് അത് പുറത്തേക്ക് പോകും. അതിന് പകരം നമ്മളത് വേണ്ടുന്ന സമയങ്ങളിൽ പുറത്തേക്ക് റിലീസ് ചെയ്ത് പോകും. ഫ്ലോ. ഇപ്പം സ്പിരിച്വലായിട്ട് പോകുന്ന ആളുകളെ എനിക്കറിയില്ല, എൻ്റെ ഇതിൽ ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമാണ്, ഒറ്റയ്ക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ഞാനുമായിട്ട് കോഫി ഡേറ്റിന് പോകാൻ ഇഷ്ടമാണ്. അപ്പം ആ രീതിയിലാണ് എൻ്റെ സ്പിരിച്വൽ പാത്വേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും ജീവിതത്തിൽ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചതിന് ഏറ്റവും ഡിപ്രഷനുള്ള തോട്ട്സും അല്ലെങ്കിൽ ട്രോമ നിങ്ങൾ ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ട്രോമയും വെച്ച് നിങ്ങളിപ്പം US പോയിട്ടോ അല്ലെങ്കിൽ യൂറോപ്പ് പോയിട്ടോ കാര്യമില്ല, ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഒറ്റയ്ക്ക് പുറത്തു പോയിട്ടോ കാര്യമില്ല. ട്രോമ ഹീൽ ചെയ്ത് ഒന്ന് നിങ്ങൾ കാമായതിനു ശേഷം സെൽഫ് ഡേറ്റിന് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ട്. പക്ഷെ ഒരുപാട് പേരുടെ ജീവിതം ഇപ്പോൾ ഡിപ്രഷൻ അടിച്ച് ആങ്സൈറ്റി അടിച്ച് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നലാണ്. ചിലപ്പോൾ അവർക്ക് എല്ലാവരും കാണും, അച്ഛനും അമ്മയും സഹോദരങ്ങളും, ചിലപ്പോൾ റിലേഷൻഷിപ്പും കാണും. അവരുമായിട്ട് എന്തെങ്കിലും പിണക്കമായി കഴിഞ്ഞാൽ പിന്നീട് ഒരു റിലേഷൻഷിപ്പൊക്കെ ബ്രേക്ക് ആവുന്ന ആളുകളാണ് കൂടുതൽ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനിങ്ങനെ ജീവിച്ച് നശിച്ചു പോവും, അങ്ങനെയുള്ള തോട്ടിലൂടെ കടന്നുപോയി അവസാനം സൂയിസൈഡ് അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത് മാറ്റാൻ എന്ത് ചെയ്യണം? നമ്മളിപ്പം ശരിക്കും നമ്മൾ ഒറ്റയ്ക്കല്ലേ? അതെ. ഇപ്പം ഈ ആളുകൾ എല്ലാവരും ഉണ്ടെങ്കിലും അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അല്ലെ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ലെ ഒരു ഉപദേശം കിട്ടിയ ഒരാൾ മാറുന്നുണ്ടോ? അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത് നമ്മളെ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്. അപ്പം നമ്മളെ പവറും പൊട്ടൻഷ്യലും മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ പുറകെ പോകുന്നത്. അതെ, പക്ഷെ ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ പാമ്പർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ, അതായത് നമ്മളെ നമ്മൾ ഒരാൾക്ക് കൊടുക്കാണ്. അമ്മമാരുടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ടൊരു വിഷയമായിരിക്കാം. ആണോ? അമ്മയുടെ ഇപ്പൊ നാർസിസ്റ്റിക് ഫാദർ മദർ ഒക്കെ ആണെങ്കിൽ അവരുടെ ഒരു ചരടിന്റെ ഒരു ഭാഗം അവരുടെ കയ്യിലായിരിക്കും, കൺട്രോളിങ്. അപ്പോൾ അത് ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടോക്സിക് സെൽഫ് ലവ്, അതാണ് നാർസിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് അവർക്കാവാൻ പറ്റാത്തത് ഇവരിലൂടെ നടത്തണം, അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നത് പോലെ നമ്മൾ കേൾക്കണം. അത് അങ്ങനെ കേസിലാണ് നമ്മൾ പിന്നെ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെന്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഈവൻ ദോ അവർ നാർസിസ്റ്റിക് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പോലും നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡഡ് ആയിരിക്കും അവരിൽ. അപ്പം അവിടെ നിന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇമോഷൻസ്, നമ്മളെ പവർ ടേക്ക് ബാക്ക് ചെയ്യുക, എടുത്തിട്ട് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പം നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ കൺട്രോൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴല്ലേ. പക്ഷേ നമ്മൾ ഈ ചുറ്റുപാടും കാണുന്നോണ്ടായിരിക്കും. അപ്പോൾ ഓരോ മനുഷ്യർക്കും സുഹൃത്തുക്കളും വലയങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരാള് മറ്റുള്ള ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവർക്ക് അവരുണ്ട് ഇവരുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ പേരിലേക്ക് പഴിചാരുന്നൊരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അപ്പം അവർ പിന്നീട് അക്രമകാരികളായിട്ട് മാറുന്നതും അല്ലെങ്കിൽ ലഹരി, ഡ്രഗ്സ് ഇതേപോലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്, ഇത് ആ ഒറ്റപ്പെടലും കൊണ്ടായിരിക്കത്തില്ലേ? അതെ, ഒറ്റപ്പെടലും പിന്നെ അവർക്ക് അവരെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കൽ ബോഡി കാണുന്നുണ്ട്, ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഇമോഷണൽ ബോഡിയും കൂടെ ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടത് എന്താണ്? ഡ്രസ്സ് വേണം, ഫുഡ് വേണം, എഡ്യൂക്കേഷൻ വേണം,
ഇങ്ങനത്തെ കാര്യങ്ങൾ. മേക്കപ്പ് അതാണ് എല്ലാ അച്ഛനും അമ്മമാരും അതിനുള്ള ഓട്ടത്തിലാണ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ. ഇമോഷണൽ ബോഡിക്ക് വേണ്ട എന്താണ്? ലവ് വേണം, ടച്ച് വേണം, കെയർ വേണം, ഹഗ് വേണം. അപ്പം നമ്മൾ ബ്രെയിനിൽ 10% ആനിമൽ ബ്രെയിനാണ്, ആനിമൽ മൈൻഡാണ് നമ്മൾക്ക്. അഗ്രസീവ്നെസ്, ഓവർ റിയാക്ഷൻ, ഇതൊക്കെ. അപ്പോൾ ബാക്കി 90% ഇമോഷണൽ മൈൻഡാണ്. ഇമോഷണൽ മൈൻഡ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് പേരൻസ് ആണ് ആദ്യം. അവരെ തെറ്റു പറയല്ല, കാരണം അവർക്ക് അതാണ് കിട്ടിയത് ചെറുപ്പത്തിൽ, അതാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇമോഷണൽ മൈൻഡ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ വലുതായി കഴിയുമ്പം ഇതുപോലെ അഡിക്ഷനിലോട്ടും ഇതിലോട്ടും. അപ്പോൾ എങ്ങനെയാണ് ഒരു പേരൻ്റ് ഒരു കുട്ടിയെ വളർത്തേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഒരു സജഷൻ ചെറിയ പ്രായത്തിൽ കൊടുക്കേണ്ടത്? അവർ ആദ്യം അവരായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് അവരായി ജീവിക്കാൻ വിടുക. മാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എൻ്റെ പേരൻസ് അങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്തിട്ടില്ല ചെറുപ്പത്തിലെ. അപ്പോൾ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് അവരോട് മിണ്ടരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ അച്ഛനായാലും അമ്മയായാലും എന്നെ പ്രഷറൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പഠിച്ചത് ഡെന്റിസ്ട്രിയാണ്. അത് അച്ഛൻ പറഞ്ഞു, എനിക്ക് താല്പര്യമായിരുന്നു. പക്ഷെ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഡിസിഷൻ എടുത്ത് മാറിയതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഹസ്ബൻഡും അതുപോലെയാണ്. എന്നെ ഞാനായിട്ട് ജീവിക്കാൻ വിടുന്ന ഒരു ഹസ്ബൻഡിനാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതൊരു പ്രൗഡ് മൊമെന്റ് കൂടെ ആയിരിക്കും, കാരണം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരാളാണ് എൻ്റെ വൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൗഡായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും.